रूपा कल्याणी कल्याणैशाय कमनीया कलावताक्षी कल्पशक्ति कमलाक्षी कल्पशक्ति करुणामृतशैलया कमनीया कलावती ഒരു രാജമല്ലി വിടരുന്ന പോലെ ഇതളെഴുതി മുന്നിലൊരു മുഖം, ഒരു ദേവഗാനമുടലാർന്ന പോലെ വരമരുളി എന്നിലൊരു സുഖം. കറുകനാമ്പിലും മധുകണം, കവിത എന്നിലും നിറകുടം. അറിയുകില്ല നീ ആരാരോ, ഒരു രാജമല്ലി വിടരുന്ന പോലെ ഇതളെഴുതി മുന്നിലൊരു മുഖം, ഒരു ദേവഗാനമുടലാർന്ന പോലെ വരമരുളി എന്നിലൊരു സുഖം. കറുകനാമ്പിലും മധുകണം, കവിത എന്നിലും നിറകുടം. അറിയുകില്ല നീ ആരാരോ. ഉണർന്നുവോ മുളം തണ്ടിലൊരീണം, ഒഴിഞ്ഞുവോ മണിച്ചുണ്ടിലിന്നൊരു തേൻകണം. ഉണർന്നുവോ മുളം തണ്ടിലൊരീണം, ഒഴിഞ്ഞുവോ മണിച്ചുണ്ടിലിന്നൊരു തേൻകണം. തനിച്ചു പാടിയ പാട്ടുകളെല്ലാം നിനക്കു ഞാൻ എൻ്റെ നൈവേദ്യമാക്കി. കൂടെവിടെ മുല്ലക്കാടെവിടെ, ചെല്ലക്കാറ്റിനോടാ കഥ പറയുകില്ലേ. ഒരു രാജമല്ലി വിടരുന്ന പോലെ ഇതളെഴുതി മുന്നിലൊരു മുഖം, ഒരു ദേവഗാനമുടലാർന്ന പോലെ വരമരുളി എന്നിലൊരു സുഖം. തെളിഞ്ഞുവോ കവിൾ ചെണ്ടിലും നാണം, അലിഞ്ഞുവോ കിളിക്കൊഞ്ചൽ കെട്ടൻ നെഞ്ചകം. തെളിഞ്ഞുവോ കവിൾ ചെണ്ടിലും നാണം, അലിഞ്ഞുവോ കിളിക്കൊഞ്ചൽ കെട്ടൻ നെഞ്ചകം. നിറഞ്ഞു തൂവിയ മാത്രകളെല്ലാം നിനക്കായി വെൺമണി മുത്തുകളാക്കി. താമരയിൽ കന്നിപ്പൂവിതളിൽ എന്നെ ചേർത്തൊന്നു പുൽകി നീ മയങ്ങുകില്ലേ. ഒരു രാജമല്ലി വിടരുന്ന പോലെ ഇതളെഴുതി മുന്നിലൊരു മുഖം, ഒരു ദേവഗാനമുടലാർന്ന പോലെ വരമരുളി എന്നിലൊരു സുഖം. കറുകനാമ്പിലും മധുകണം, കവിത എന്നിലും നിറകുടം. അറിയുകില്ല നീ ആരാരോ.
എന്താ ഒരു ആലോചന? കുറെ ദിവസമായിട്ട് നിന്നെ ശ്രദ്ധിക്കുന്നു. പറയടാ, നീ ആരെ കുറിച്ച് ആലോചിച്ചേ? ഒരു പെണ്ണിനെ കുറിച്ചാ. പെണ്ണോ? ഏത്? ആരെ? അതെ, ആരൊക്കെയോ എനിക്ക് വേണ്ടി പറഞ്ഞു വെച്ച പോലെ, ആരുടെയൊക്കെയോ പ്രാർത്ഥനയുടെ ഫലം പോലെ ഒരു പെണ്ണ്. ലവ് ആൻഡ് ലവ് ഓൺലി. സ്നേഹം, സ്നേഹം മാത്രം തരാനായി എന്റെ മുന്നിലേക്ക് വന്നു. അവളെ കല്യാണം കഴിക്കേണ്ട വഴികളെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. ഓഹോ, അവിടം വരെ എത്തിയോ? എന്താ അവളുടെ പേര്? പേരറിയില്ല. പേരറിയില്ലേ? പിന്നെങ്ങനാ? എവിടെ ഉള്ള വീട്? അറിഞ്ഞൂടാ. നാടോ? അതും അറിഞ്ഞൂടാ. ബെസ്റ്റ്. പഴയതുപോലെ ഇവിടെ തന്നെ ഇരുന്നേ. ഇതൊരു ഫസ്റ്റ് ക്ലാസ് കല്യാണാലോചനയാണ്. വിട്ടുകളയരുത്. നീ ഇരുന്ന് ആലോചിക്ക്. രാത്രി മുഴുവൻ മകൻ ഇരുന്ന് നന്നായിട്ട് ആലോചിച്ചൊരു തീരുമാനമെടുക്ക്. ഞങ്ങൾ പോയി കിടക്കാം. വട്ട വട്ട അങ്കിളുടെ പകർന്നതാ. I love her. I am going to marry her. കിടന്നുറങ്ങടാ. ഞങ്ങളിവിടെ ഇരുന്നോട്ടെ ഇത്തിരി നേരം? ഇരുന്നോ. വാ. എന്തെങ്കിലും വർത്തമാനം പറയോ ഞങ്ങളോട്? ഒരുപാട് അടുപ്പമുള്ളവരെ പോലെ നമുക്കെന്തെങ്കിലും സംസാരിക്കാം. എന്തെങ്കിലും പറ. ഹലോ. 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 എന്റെ പേര് മിനി. ഇതെന്റെ ഫ്രണ്ട് ശ്യാമ. ഹലോ. 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 ഞങ്ങൾ രണ്ടുപേരും സെന്റ് പോൾസിൽ ഫൈനൽ ബികോമിന് പഠിക്കുക. ഹലോ. ഹലോ. അവന്മാരെ വിശ്വസിക്കരുത്. അവര് രണ്ടുപേരും കള്ളന്മാരാ. അതിലാ താടി വെച്ചവനാണ് ഭയങ്കര കള്ളൻ. ഒന്നും തോന്നരുത് കേട്ടോ. ഒരു അക്കിടി പെട്ടുപോയി. സത്യത്തിൽ രക്ഷിച്ചത് നിങ്ങളാ. ഈ ശ്യാമ ഇളക്കിയിട്ടാ വീട്ടുകാരറിയാതെ ഒരു മാറ്റിനി ഷോയ്ക്ക് പോയത്. ആ കാറിൽ വന്നവരില്ലേ, അവർ ഞങ്ങളുടെ പുറകിൽ വന്നിരുന്നു. എന്തൊരു ശല്യമായിരുന്നു. തൊടലും പിടിക്കലും വർത്തമാനം പറയാൻ വരലും. ഒടുവിൽ ഞങ്ങൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. അപ്പൊ അവരും പിന്നാലെ വന്നിട്ട് വാ കാറി കയറി കൊണ്ടുവിടാം, അല്ലെങ്കിൽ പിടിച്ചു കയറ്റും എന്നൊക്കെ പറഞ്ഞു. പേടിച്ച് ഞങ്ങൾ വേറെ വഴി തിരിഞ്ഞ് ഇവിടെ കയറിയപ്പോ ഒരു ബുദ്ധി തോന്നിയാ നിങ്ങളുടെ അടുത്ത് വന്നേ. ആൺകൂട്ടുണ്ടെന്ന് അറിയുമ്പോ അവർ പൊയ്ക്കോളെന്ന് വിചാരിച്ചു. അതുകൊണ്ടാ വർത്താനം പറയാനൊക്കെ പറഞ്ഞത്. ഒന്നും തോന്നരുത്, ഞങ്ങൾ പോവാ. അയ്യോ നിക്ക്, പോകാൻ വരട്ടെ. അവന്മാർ ഇനിയും വരും. റോട്ടി കൂടി പെമ്പിള്ളാരെ നടക്കാൻ സമ്മതിക്കാത്ത നാടുകള്. നമുക്ക് രണ്ടെണ്ണം കൊടുത്തിട്ട് വരടാ. വേണ്ടടാ, അവന്മാരൊന്നും ഇനി വഴിക്ക് വരില്ല. വന്ന അപ്പൊ നോക്കാം. നിങ്ങൾക്ക് എങ്ങോട്ടാ പോണ്ടത്? ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ പോയി അവിടുന്ന് ബസ്സിലാ പോന്നെ. വാ, ഞങ്ങൾ കൊണ്ടുവിട്ടു. വേണ്ട, ഞങ്ങൾ പൊയ്ക്കോളാം. അവന്മാർക്കിട്ട് ഒരു 5-6 കൊടുത്തിട്ട് വരടാ. എന്നാ നീ പോയി കൊടുത്തിട്ട് വാ, ഞാൻ ഇവരെ കൊണ്ടുവിട്ടിട്ട് വരാം. അയ്യോ വേണ്ട, നിങ്ങൾ കൂടെ വരണ്ട, ഞങ്ങൾ പൊയ്ക്കോളാം. താങ്ക്സ്. നീ എന്താണ് പറഞ്ഞത്? ഞാൻ ഒറ്റക്ക് പോയിട്ട് അവന്മാർക്ക് ഇട്ടിരിക്കാനാ? പിന്നെ അല്ലാതെ നിനക്ക് എന്താ അത്ര സൂക്കട്? വല്ലോടത്തും കിടക്കുന്ന പെമ്പിള്ളേർക്ക് വേണ്ടി പോയി ഇടി വാങ്ങിക്കാൻ. വല്ലോടത്തും കിടക്കുന്നതല്ല. ഞാൻ പറഞ്ഞില്ലേ, പേരും നാടും വീടും ഒന്നും അറിയാത്ത എന്റെ പെണ്ണിനെ കുറിച്ച്. അവളാ അത്.
മിനി. ഏത് ലവ് ഒള്ളിയോ? എന്നിട്ടാണോ നീ അതിനെ വെറുതെ വിട്ടത്? വന്നു കയറിയ ഭാഗ്യത്തിന് കൈവിട്ട് കളയരുത്. നിനക്ക് മുട്ടണോ അവളെ? എടടാ ബൈക്ക്. ഹലോ, പേടിക്കണ്ട, എസ്കോട്ടാ. വേണ്ട, ഞങ്ങൾ പൊയ്ക്കോളാം. സാരമില്ലെന്നേ. ഡോണ്ട് വറി, സയൻസോ. എവിടെ വിളിക്കുന്നു? എങ്ങോട്ടാ എല്ലാരും കൂടെ? ഇത്രയങ്ങ് അകമ്പടി സേവിക്കാൻ ഇവരാരാ നിങ്ങടെ? പറയടാ, ഇവരാരാന്ന്? അവന്റെ പെങ്ങളാ ഇത്. നീല ആണോടാ? എന്താ പെങ്ങടെ പേര്? ശ്യാമള. എന്താ നിന്റെ പേര്? കോമളൻ. ഓഹോ, അപ്പൊ ഇതാരാ? ഇത് അവന്റെ പെങ്ങളാ, ആങ്ങള. അല്ല, ഇത് പെങ്ങളാ, സിസ്റ്റർ. നേരാണോടാ? എന്താ പെങ്ങടെ പേര്? തങ്കമ്മ. ഓഹോ, എന്താ നിന്റെ പേര്? തങ്കപ്പൻ. ആ, സാറെന്താ ഒന്നും മിണ്ടാത്തത്? സാറിന്റെ ആരാ ഇവള്? പറയടാ, പറയാൻ. ഞാൻ സ്നേഹിക്കുന്ന പെണ്ണ. നേരാണോടി? ആരാടി ഇവൻ? എനിക്കറിയില്ല. ഇവൻ ആരാടി? അറിയില്ല. ഇവൻ ആരാ? എനിക്കറിയില്ല. ഈ ഞാൻ ആരാ? എന്റെ ഇച്ചായൻ. അപ്പൊ നീ എന്താടാ പറഞ്ഞത്? ഐ എം സോറി. ഞാൻ എന്താടാ ഇത്? അടിച്ചത് എന്ത് പ്രാന്ത അയ്യോ നീ കാണിക്കുന്നത്? ഇവിടെ എന്താ കാണിച്ചത് നമ്മൾ ചോദിച്ചോ? ഉച്ച മുതൽ വൈകുന്നേരം വരെ എവിടെയായിരുന്നു നമ്മൾ ചോദിച്ചോ? ആരോട് ചോദിച്ചിട്ട് മാറ്റിക്ക് പോയത്? തക്ക സമയത്ത് ഞാൻ ചെന്നിലായിരുന്നെങ്കിൽ അവന്മാരോട് പോയനെ ബൈക്കിന് അടിച്ചത് ഒന്നും പറയണ്ട. അവളെല്ലാം എന്നോട് പറഞ്ഞതാ. അവള് പിന്നാലെ വന്ന അവൾ എന്ത് ചെയ്യാനാ? അമ്മച്ചിയോട് എന്നോട് അവള് സത്യം ചെയ്താ. കേൾക്കണം, കേൾപ്പിച്ചു കൊടുക്കുമോളെ. വന്ന് കേക്കടാ. സത്യം ചെയ്യട്ടെ അമ്മച്ചി. അങ്ങോട്ട് നോക്കടാ. കർത്താവാണ്, എന്റെ അമ്മച്ചിയാണ്, എന്റെ ഇച്ചായന്മാരാണ്. ഞാൻ വഴി പിഴച്ച് എങ്ങും പോവില്ല. സത്യം, സത്യം, സത്യം. മതി മതി മതി, ഒളിപ്പിക്കും. സാരില്ല. എന്നതാടാ ഇവിടെ കാഴ്ച കാണാൻ നിൽക്കുന്നത്? പോയി കളിക്കും പിള്ളേരെ. അവന്മാരെ അഡ്രസ് എന്തിന്? രണ്ട് കൊടുക്കാൻ. അവന്മാർക്കിട്ടേ കൊടുത്തല്ലേ? അത് പോലീസിന്റെ ഇടി. നീ വർക്കിയോട് കൊടുക്കാതെ വർക്കിക്ക് ഉറക്കം വരില്ല. അഡ്രസ് പറ. കാരക്കാട്ടെ കേണലിന്റെ വീട്ടിലെ താമസം. കൈയും കാലം നോടിക്കാൻ നിൽക്കരുത്. ആരാടാ ഇന്നെ പെങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞവൻ? അടുത്തത് പറയടാ, ആരാടാ ഈ വർക്കിയുടെ പെങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞവൻ? ഞങ്ങളാടാ. എന്റെ അമ്മേ, അവന്മാരല്ല. മിനിയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ ഞാനാ. തെറ്റായി പോയെന്നറിയാം. അതിനെവിടെയും വന്ന് മാപ്പി ചോദിക്കാം. അതല്ല പ്രശ്നം ഉണ്ടാക്കാനാണ് ഉദ്ദേശമെങ്കിൽ പറഞ്ഞത് ഇനിയും പറയും.
പിള്ളേരെ തല്ലുന്നത്? അയ്യോ ആ വട്ടനാ, വാ, 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 വേഗം വാ. നിക്കടാ അവിടെ. അവിടെ I will kill the rascals. അടങ്ങ് അങ്കിൾ അടങ്ങ്, അവന്മാര് പോയല്ലോ പിന്നെന്താ? പോയാലെന്താടാ, അവരെല്ലാം കൂടെ നിങ്ങളെ തല്ലിയില്ലേ? അതിന് അങ്കിൾ എന്താ അബദ്ധമായി കാണിച്ചത്? വെടിയെങ്ങനെ അവന്മാർക്കിട്ട് കൊണ്ടിരുന്നെങ്കിൽ കൊലപാതക കുറ്റമായനല്ലോ. ആയാലെന്താ, ഒരു കോടതിക്ക് എന്നെ ശിക്ഷിക്കാൻ പറ്റില്ല. I am mental. മരുന്ന് വെക്കണം എല്ലാ സ്ഥലത്തും കേട്ടോ. അത് കഴിഞ്ഞ് വന്നാ മതി. പൈസ ഞാൻ തരും. എന്നാ വേഗം പോയി ഡോക്ടറെ കണ്ടിട്ട് വാ.